അസ്സലാമലൈക്കും. 7ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പാഠഭാഗത്തിലെ മുഴുവൻ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് നോക്കാം. 1 മുതൽ 7 വരെയുള്ള പാഠഭാഗങ്ങൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. പുസ്തകം കയ്യിൽ പിടിക്കുക. പാഠം 8 അൽ കഫാറത്തു വൽ ഫിദിയത്തി. ചോദ്യം പറയുമ്പോൾ ഉത്തരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ജിമാഅ് കൊണ്ട് റമളാൻ നോമ്പ് ഫസാദാക്കിയവൻ എന്ത് ചെയ്യണം? ജിമാഅ് കൊണ്ട് റമളാൻ നോമ്പ് ഫസാദാക്കിയവൻ എന്ത് ചെയ്യണം? നോമ്പ് ഖളാ വീട്ടലും കഫാറത്തും വാജിബാണ്. നോമ്പ് ഖളാ വീട്ടലും കഫാറത്തും വാജിബാണ്. അപ്പൊ ജിമാഅ് കൊണ്ട് റമളാൻ നോമ്പ് ഫസാദാക്കിയവന്റെ വിധി എന്ത് ചോദിക്കുമ്പോ വാജിബാണ്, നിർബന്ധമാണ്. കഫാറത്ത് എന്നാൽ എന്ത്? ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത്. ജോലിക്ക് തടസ്സമാകുന്ന ന്യൂനതകളില്ലാത്ത മുസ്ലിമായ ഒരു അടിമയെ മോചിപ്പിക്കലാണ് കഫാറത്ത്. കഫാറത്തിന് കഴിവില്ലെങ്കിൽ എന്തു ചെയ്യണം? കഫാറത്തിന് കഴിവില്ലെങ്കിൽ തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കണം. അപ്പൊ ചിലപ്പോ ഇങ്ങനെ വരും, തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കണം. ആര്? കഫാറത്തിന് കഴിവില്ലാത്തവൻ. കഫാറത്തിന് കഴിവില്ലാത്തവൻ തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കണം. അതിന് കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യണം? അതിനും കഴിയാത്തവൻ 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം നാട്ടിലെ മുഖ്യ ഭക്ഷണ ധാന്യം നൽകണം. ശ്രദ്ധിക്കുക, കഫാറത്തിന് കഴിവില്ലാത്തവര് തുടർച്ചയായി 2 മാസം നോമ്പ് നോൽക്കലും അതിന് കഴിയാത്തവൻ 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം നാട്ടിലെ മുഖ്യ ഭക്ഷണ ധാന്യം നൽകണം. 60 മിസ്കീന്മാർക്ക് ഓരോ മുദ്ദ് വീതം നാട്ടിലെ മുഖ്യ ഭക്ഷണ ധാന്യം നൽകണം. ആര്? കഫാറത്തിന് കഴിവില്ലാത്തവർ. ഖളാഉം മുദ്ദും വാജിബാണ് ആർക്ക്? കുട്ടിയുടെ മേൽ ഭയപ്പെട്ടു നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയും മുലയൂട്ടുന്നവളും കാരണമില്ലാതെ റമളാൻ നോമ്പ് ഖളാ വീട്ടുന്നതിനെ അടുത്ത് റമളാൻ വരെ പിന്തിച്ചവർക്കും ഖളാഉം മുദ്ദും വാജിബാണ്. ഒന്നുകൂടെ പറയാം. കുട്ടിയുടെ മേൽ ഭയപ്പെട്ടു നോമ്പ് ഒഴിവാക്കിയ ഗർഭിണിയും മുലയൂട്ടുന്നവളും കാരണമില്ലാതെ റമളാൻ നോമ്പ് ഖളാ വീട്ടുന്നതിനെ അടുത്ത റമളാൻ വരെ പിന്തിച്ചവർക്കും ഖളാഉം മുദ്ദും വാജിബാണ്. കൊല്ലം കൂടുന്നതിനനുസരിച്ച് മുദ്ദ് കൂടും. അപ്പൊ ഓരോരോ റമളാൻ കഴിഞ്ഞതിന്റെ മുന്നും നോമ്പ് നോറ്റി വീട്ടിയിട്ടില്ലെങ്കിൽ മുദ്ദ് കൂടിക്കൂടി വരും. അപ്പൊ നമ്മള് നോമ്പും നോക്കണം, മുദ്ദും കൊടുക്കണം. ഫിദിയത്ത് എന്നാൽ എന്ത്? മുദ്ദിനാണ് ഫിദിയത്ത് എന്ന് പറയുന്നത്. നോമ്പിന്റെ സുന്നത്തുകളിൽ പെട്ടത് എന്തെല്ലാം? അത്താഴം കഴിക്കുക, അസ്തമയം ഉറപ്പായ ഉടനെ നോമ്പ് തുറക്കുക, ഈത്തപ്പഴം അതില്ലെങ്കിൽ കാരക്ക, ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക, വലിയ അശുദ്ധിക്കാർ ഫജറിന് മുമ്പ് കുളിക്കുക, ഇച്ഛകളെ തൊട്ട് ശരീരത്തെ തടയുക, ഖുർആൻ പാരായണം, സദഖ, ഇഹ്തികാഫ്, മറ്റു ആരാധനകൾ എന്നിവ അധികരിപ്പിക്കുക. ഇവയെല്ലാം നോമ്പ് സുന്നത്തിൽ പെട്ടതാണ്.
തുറക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നോമ്പ് തുറക്കലാണ് ഉത്തമം? ഈത്തപ്പഴം, അതല്ലെങ്കിൽ കാരക്ക, ഇല്ലെങ്കിൽ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കുക. ഇതാണ് ഏറ്റവും ഉത്തമമുള്ള കാര്യം. അടുത്തായിട്ട് ഒരു അറബി നമുക്ക് നോക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വ ജല്ല അഹബ്ബു ഇബാദി ഇലാ അഹ്ജലുഹും ഫിത്റൻ. ഒന്നുകൂടെ പറയാം. അഹബ്ബു ഇബാദി ഇലാ അഹ്ജലുഹും ഫിത്റൻ. ഒന്നുകൂടി നോക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹു അസ്സ വ ജല്ല അഹബ്ബു ഇബാദി ഇല്ലാ അഹ്ജലുഹും ഫിത്റൻ. അർത്ഥം നോക്കാം. എന്റെ അടിമകൾ ചെയ്യുന്ന ഇബാദത്തുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വേഗത്തിൽ നോമ്പ് തുറക്കലാണ്. അടുത്തതായിട്ട് വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യദഹ് ഖൗല സൂരി വൽ ഹമല ബിഹി ഫലൈസ ലില്ലാഹി ഹജ്ജതുഹു ഫി അൻ യദാഹ തഹാമതുഹു വശരാബ. ചീത്തയായ വാക്കുകളും പ്രവർത്തികളും ഒഴിവാക്കുന്നില്ല എങ്കിൽ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യവുമില്ല. ഈ പാഠത്തിൽ ഇത്രയും ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.